ലത സൃജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പാലക് മുറുക്കാണ് ഉണ്ടാക്കുന്നത്. അത് റൈസ് മുറുക്ക് തന്നെ പാലക് ചീരയും കൂടി ചേർത്തിട്ട്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പാലക് ചീര നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം അത് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതായിട്ട് നമുക്ക് അതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഫൈനായിട്ടുള്ളത്, പിന്നെ 1/2 കപ്പ് കടലപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് അയമോദകം, 1 ടീസ്പൂണ് കറുത്ത എള്ള്, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അല്പം വെണ്ണയും കൂടി ചേർത്തിട്ട് ആ പൊടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക് മുറുക്കാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാലക് ചീരയുടെ അത് ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഇലയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ മുറുക്ക് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചിട്ട് വേണം മുറുക്കിൻ്റെ കുഴയ്ക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം. ഒന്നായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം പോലെയാവും. കുറച്ച് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് ചീരയുടെ പാലക് ചീര ഇതായിട്ടുള്ള വെള്ളമില്ലേ, അതിങ്ങനെ ഒഴിച്ച് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. അധികം വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് സേവനാഴി കൂടെ ഇടാനായിരിക്കും. അപ്പോൾ ഏകദേശം ഈ പാകത്തിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സേവനാഴി നമുക്ക് എണ്ണയൊന്ന് അതിൽ ഒന്ന് പറ്റി കൊടുക്കാം. ഞാൻ ഈ സ്റ്റാറുള്ള ഇതാണ്, അതിലും കുറച്ച് എണ്ണ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു ഇതിലേക്ക് ഒന്നുകിൽ നമ്മൾ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വാഴയുടെ ഇല ആയാലും മതി, അതിലേക്ക് നമുക്ക് കുറച്ച് ഇങ്ങനെ ചുറ്റി വയ്ക്കാം. ഇതുപോലെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പേ കുറച്ച് അധികം അങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് എണ്ണ അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയായിരിക്കില്ലേ, അപ്പോൾ എണ്ണയിലേക്കൊക്കെ ഇടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് വാഴയില ഉപയോഗിച്ചാലും മതി, നമുക്കതൊന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം കുറച്ച് ഞാൻ ഇങ്ങനെ മുറുക്കിൻ്റെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ പാത്രം ഇതിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായാൽ നോക്കാൻ വേണ്ടി നമുക്കൊരു കഷ്ണം അതിലിട്ട് കൊടുത്താൽ അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന ആ പാകത്തിലുള്ള എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചട്ടകം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. ഇത് കൂടിയ ഫ്ലെയിമും വയ്ക്കാൻ പാടില്ല, ഒരു മിതമായ ചൂടിൽ ഇതാക്കിയെടുക്കുക. അധികം കുറയ്ക്കും വേണ്ട, അധികം കൂട്ടാനും പാടില്ല. അത് ഒന്നിങ്ങനെ മെല്ലെ ഇതാക്കിയതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മൂത്ത് കിട്ടുന്ന വരെ ഒന്ന് എണ്ണയിൽ തന്നെ വെച്ചെടുക്കുക. ഇപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടുത്തത് ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ തന്നെ ഇങ്ങനെ ചട്ടകം കൊണ്ട് ഇട്ടുകയാണെങ്കിൽ നമുക്ക് പൊട്ടാതെ എളുപ്പം അതിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മുറുക്കുണ്ടാക്കാനുള്ള സൂത്രപ്പണികൾ.
അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതൊന്ന് ആയതിന് ശേഷം മാത്രം ഒന്നത് മറിച്ചിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ എടുക്കാൻ തുടങ്ങിയാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞു. ഞാൻ അടുത്ത സെറ്റ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് കണ്ട ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പോവുകയാണ്. അതുപോലെ ഇങ്ങനെ കുറച്ച് എണ്ണയിലിടുന്നതിൻ്റെ മുമ്പേ ഇതുപോലെ കുറച്ചെണ്ണം ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് അപ്പം എളുപ്പം ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുറുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതും ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുത്തതാണ്. ഇനി അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതും ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ കണ്ട ഒരു പച്ച നിറം പാലക് ചീര ചേർത്തുകൊണ്ടാണ് നമുക്ക് ഈ നിറത്തിലുള്ളതായിട്ട് കിട്ടിയത്. അപ്പം നല്ല സോഫ്റ്റ്, അതായത് എണ്ണയൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.